മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം. പിന്നെ ജിസയിലും അതേപോലെ തന്നെ ജിഷിനും കൂടിയിട്ട് സംസാരിക്കുകയാണ് ആദിലയും നൂറിനെ പറ്റിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ആദിലും നൂറ് ഗെയിം അത്ര സ്ട്രോങ് അല്ല, ഇവർ മാറി മാറി കളിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ അക്ബറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഷാനവാസിൻ്റെ കൂടെ. ഇന്ന് പ്രശ്നമുള്ളതുകൊണ്ട് ഇന്ന് അക്ബറിൻ്റെ കൂടെയാണ് അവർ നടക്കുന്നത്. ഒരു ഇക്ക അവർക്ക് വേണം. അക്ബർ ബാത്റൂമിലൊക്കെ അവരവിടെ ഇക്ക എന്ന് പറഞ്ഞിട്ട് അക്ബറിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഇതെന്ത് ഗെയിമാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ജിസയിൽ പറയുന്നുണ്ട്. ജിഷിനും പറയുന്നുണ്ട് അതെ അവർക്ക് ഒരു ഇക്ക കൂടെ വേണം, അവർക്ക് ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കാനായിട്ട് പറ്റില്ല, ആരെങ്കിലും ഒരു സപ്പോർട്ട് വേണം എന്നൊക്കെ പറയുന്നുണ്ട് ജിഷി. പിന്നെ ജിസയിൽ പറയുന്നുണ്ട് അക്ബർ ഇവിടെ വന്നത് ജയിക്കാനാണ്. അക്ബർ ഭയങ്കര അഗ്രസീവ് ഒക്കെ ആണ്, പക്ഷേ അഗ്രസീവിൻ്റെ സ്പിരിറ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തന്നെ വേണം അഗ്രസീവായിട്ട്. അപ്പാനി എന്തുകൊണ്ട് പുറത്തു പോയെന്ന് അറിയില്ല, തെറി വിളിച്ചത് കൊണ്ട് മാത്രമാണോ പുറത്തു പോയത്, വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പാനിക്കും ജയിക്കണം, കപ്പ് എടുക്കണം എന്നൊന്നുമില്ല. പക്ഷെ അക്ബറിന് അങ്ങനെയല്ല, അക്ബറിന് ജയിക്കണം എന്നുള്ളൊരു ആളാണ്, അങ്ങനെ ഒരു ലക്ഷ്യമായിട്ട് വന്നിരിക്കുന്ന ഒരാളാണെന്നാണ് ജിസേൽ ഇവിടെ അക്ബറിനെ പറ്റി സംസാരിക്കുന്നത്. അതുകൊണ്ട് ജിസേലിൻ്റെ അക്ബറിൻ്റെ ഭയങ്കര കാര്യമാണ്. എന്നിട്ട് ജിഷിൻ പറയേണ്ടത് എന്തുകൊണ്ടാണാവോ റിയാസ് എന്നെ ടാർഗറ്റ് ചെയ്തില്ല, റിയാസ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളൊരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നത് ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ വിചാരിച്ച ആൾക്കാരെല്ലാം അകത്ത് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ടെന്നൊക്കെ റിയാസ് ജിഷിൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. പുറത്ത് ഇഷ്ടപ്പെട്ട ആൾക്കാരിനൊക്കെ അകത്ത് നിന്നപ്പോൾ അത്ര താല്പര്യമില്ല എന്നൊക്കെയാണ് റിയാസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് റിയാസ് ശരിക്കും ക്ലാസ്സിയാണ്, റിയാസ് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സൊക്കെ തന്നോ, എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ക്ലൂ തന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇല്ല എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, നിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, കാരണം ആര്യൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അത് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, പക്ഷെ അത് പുറത്ത് എങ്ങനെ പോയി നമുക്ക് അറിയില്ല. അതിനുശേഷം അക്ബർ പറയുന്നുണ്ട് റിയാസ് നല്ലൊരു ഗസ്റ്റ് ആയിരുന്നു, ഭയങ്കര പോസിറ്റീവായിരുന്നു നമുക്ക് വന്നപ്പോൾ എന്നൊക്കെ റിയാസിനെ പറ്റിയിട്ട് അക്ബർ ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് അക്ബർ പറയുന്നുണ്ട് പുറത്ത് എങ്ങനെയാണ് നിങ്ങളെ പറ്റിയുള്ള ഇമേജ് നമുക്ക് അറിയില്ല, പക്ഷെ നിങ്ങളിവിടെ ഫ്രണ്ട്സ് ആണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് മലയാളികൾ എല്ലാവരും മാറിയിട്ടുണ്ട്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കമൻസ് അല്ല ഫേസ്ബുക്കിൽ വരുന്നത്, അപ്പോൾ ജനറേഷനിൽ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിലും ഓരോ തരത്തിലാണ് ആളുകൾ കാണുന്നത്. പിന്നെ അക്ബർ പറയുന്നത് ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ലവ് സ്ട്രാറ്റജി പിടിക്കുന്നു. അപ്പോൾ വൈഫും പറഞ്ഞു നിങ്ങൾ ഔട്ടായാലും കുഴപ്പമില്ല, അത് ചെയ്യുന്ന താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജിഷിന് മീറ്റ് പറയുന്നുണ്ട് അത് എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വൈഫ് എൻ്റെ അങ്ങനെ ചെയ്യരുതെന്ന്. അപ്പം ജിസയിൽ പറയുന്നുണ്ട് ലവ് സ്ട്രാറ്റജി ഒക്കെ വർക്കാവും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അതൊക്കെ വർക്കാവും, മുന്നത്തെ സീസണിലൊക്കെ ഹിറ്റായ കാര്യം തന്നെയാണ്. അപ്പോൾ ജിസയിൽ ചോദിക്കുന്നുണ്ട് ഏത് സീസണാണെന്ന് ചോദിക്കുമ്പോൾ ഇത് മുന്നത്തെ സീസണാണ്, അർജുൻ എന്നൊക്കെ പേര് പറയുന്നുണ്ടായിരുന്നു, അർജുൻ ശ്രീധുവിൻ്റെ ആയിരിക്കാം നമുക്ക്. പിന്നെ അക്ബർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പോയിന്റിലായിരിക്കും ഓരോരുത്തരുടെ ഇമേജ് മാറാൻ പോകുന്നത്. ഇന്ന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ തെറ്റ് ആ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇമേജൊക്കെ മാറാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അക്ബറിൻ്റെ വൈഫിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. വൈഫിനെ ആദ്യം പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഒരു ലാംഗ്വേജ് അറിയണ്ടായിരുന്നില്ല, ഇംഗ്ലീഷും അതേപോലെ ഹിന്ദിയും. ലോക്ക്ഡൗൺ ടൈമിലാണ് പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് എപ്പോഴും സംസാരിച്ചാണ് എൻ്റെ ഭാഷയൊക്കെ ഇമ്പ്രൂവ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം പറയുന്നത് ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ഇന്ന് അവർ കുറച്ച് റെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്, കുറച്ച് റിലാക്സ് ആയ ടൈമാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഡിസ്കഷൻസ് അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.